DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 10 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇത് കണക്കിലെടുത്ത് മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കന്യാകുമാരി തീരത്ത് വീണ്ടും കള്ളക്കടൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ രാത്രി 11:30 വരെ കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി 1.2 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്: സ്വർണ്ണപ്പണയ വായ്പകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പുറപ്പെടുവിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. വായ്പാ നയ അവലോകനത്തിന് ശേഷം റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്വർണം ഈടായിട്ട് സ്വീകരിച്ച് വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്കും സ്വർണ്ണപ്പണയ വായ്പകൾക്കും പുതിയ ചട്ടക്കൂട് കൊണ്ടുവരാനാണ് റിസർവ് ബാങ്കിന്റെ പുതിയ തീരുമാനം. ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഏകീകരിക്കുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ അറിയിച്ചു. ഇത്തരം വായ്പകളുടെ അപകട സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് പുതിയ മാനദണ്ഡങ്ങളും സമഗ്രമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്തറിയിപ്പ്: സംസ്ഥാനത്ത് പുതിയ സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ വിവിധ മേഖലകളിൽ തൊഴിലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നതിനനുസരിച്ച് തൊഴിൽ കാർഡുകൾ എടുത്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ടുള്ള തൊഴിലിപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 369 എന്ന പ്രതിദിന നിരക്കാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വർധനവ്. മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം 400 രൂപയാക്കണമെന്നുള്ള പാർലമെന്ററി സമിതിയുടെ നിർദ്ദേശവും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന തുക കുറവാണെന്നും ഇതുമൂലം നിരവധി പേർ പദ്ധതിയിൽ നിന്ന് മാറുന്നുണ്ടെന്നുമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്ററി സ്ഥിരം സമിതി കേന്ദ്ര സർക്കാരിന്റെ പക്കലേക്ക് എല്ലാവർക്കും പ്രതിദിന വേതനം 400 രൂപയാക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, 100 പ്രവൃത്തി ദിനങ്ങൾ പോരാ എന്നും 150 പ്രവൃത്തി ദിനങ്ങൾ വരെ ആക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരാണ് പരിഗണിക്കുന്നത്. ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു തുക വർധന ഉണ്ടായേക്കാം. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഇത്തരത്തിലൊരു വർധനവുണ്ടാകൂ. അടുത്തറിയിപ്പ്: സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണത്തിനായുള്ള കടമെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇന്നലെ മുതൽ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു സൂചനകൾ എത്തിയിരുന്നതെങ്കിലും ഇന്നലെ വിതരണമുണ്ടായില്ല. ഇന്നു മുതൽ വിതരണം ഉണ്ടാകുമെന്നാണ് DBT സെല്ലുകളിൽ നിന്നൊക്കെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഏപ്രിൽ മാസത്തെ 1600 രൂപ എത്തുന്നതായിരിക്കും. ഈ ആഴ്ച തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും വിഷുവിന് മുൻപൊക്കെ തുക എത്തുവാൻ സാധ്യത. കൈകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് വിഷുവിന് ശേഷമൊക്കെയായിരിക്കും പെൻഷൻ തുക എത്തുക. എന്തായാലും ഇന്ന് വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.